അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 35-ാമത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സംഭവങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ആദം ഉസ്കുൻ അൻത വ സൗജുകൽ ജന്നാത്ത്. ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുക. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ ആദം നബി അലൈഹിസ്സലാമയുടെ ഇണ അവർ ഹവ്വ റളിയല്ലാഹു അൻഹയായിരുന്നു എന്നും ആ മഹദിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ പൂർണ്ണതയുടെ ഒരു ഭാഗമാണ് ആദം നബി അലൈഹിസ്സലാമയുടെയും ഹവ്വ റളിയല്ലാഹു അൻഹയുടെയും സൃഷ്ടിപ്പിലൂടെ നമ്മൾ കണ്ടത്. ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ സ്പർശനമില്ലാതെ ആദം നബി അലൈഹിസ്സലാമെ സൃഷ്ടിക്കപ്പെട്ടു. ഒരു പെണ്ണിന്റെ ആവശ്യമില്ലാതെ ആദം നബി അലൈഹിസ്സലാമയുടെ വാരിയല്ലിലൂടെ ഹവ്വ റളിയല്ലാഹു അൻഹ സൃഷ്ടിക്കപ്പെട്ടു. അതുപോലെ സഹോദരങ്ങളെ, ലോകത്തെ അതിനുശേഷം ജനിച്ചു വീണ മുഴുവൻ ജനങ്ങളും ഒരു ആണിലൂടെയും പെണ്ണിലൂടെയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ മറിയം റളിയല്ലാഹു അൻഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിയെ സൃഷ്ടിച്ചു. ഇങ്ങനെ 4 വ്യത്യസ്ത രൂപത്തിൽ അവന്റെ സൃഷ്ടി വൈഭവം നമുക്ക് കാണിച്ചു തരികയാണ് സഹോദരങ്ങളെ. ഇതിൽ ആദ്യം പറഞ്ഞ 2 സൃഷ്ടിപ്പും അത് നടക്കുന്നത് ഈ ഭൂമിയിൽ വെച്ചിട്ടല്ല എന്നതാണ് പ്രബലമായ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ 2 സൃഷ്ടിപ്പും നടത്തിയ ശേഷം, അതായത് ആദം നബി അലൈഹിസ്സലാമയെയും ഹവ്വ റളിയല്ലാഹു അൻഹയെയും അല്ലാഹു സൃഷ്ടിച്ച ശേഷം അവരെ ആദ്യം താമസിപ്പിക്കുന്നത് അത് ജന്നത്തിലായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്ന ഈ ആയത്ത് അറിയിക്കുന്നത്. ജന്ന എന്ന പദത്തിന് സ്വർഗമെന്നും തോട്ടമെന്നും അർത്ഥമുണ്ട്. വൃക്ഷങ്ങൾ ധാരാളമുള്ള എല്ലാ തോട്ടങ്ങൾക്കും ജന്നത്ത് എന്ന് പറയപ്പെടുന്നതാണ് സഹോദരങ്ങളെ. സ്വർഗീയ വസ്തുക്കൾക്കും അതുപോലെ തന്നെ ഈ ഭൂമിയിലെ വസ്തുക്കൾക്കും വെറും പേരുകൊണ്ടുള്ള ബന്ധം മാത്രമാണ് ഉള്ളത് എങ്കിലും സ്വർഗത്തിനും സ്വർഗത്തോപ്പുകൾക്കും ജന്നത്ത് എന്ന വാക്കാണ് അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ആദം നബി അലൈഹിസ്സലാമയെ അള്ളാഹു ആദ്യം താമസിപ്പിച്ച ആ ജന്നത്ത് കൊണ്ട് ഉദ്ദേശം അത് വാനലോകത്ത് സ്ഥിതി ചെയ്യുന്ന സ്വർഗമായിരുന്നോ അതല്ല ഭൂമിയിൽ തന്നെയുള്ള ഒരു പ്രത്യേക തോട്ടമായിരുന്നോ എന്നുള്ള വിഷയത്തിൽ 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ തുടർന്നു വരുന്ന ആയത്തിൽ നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിയെയും ഹവ്വ റളിയല്ലാഹു അൻഹയെയും ഭൂമിയിലേക്ക് ഇറക്കിവിടുന്ന സംഭവം. അവിടെ ഇനി താമസിക്കാൻ പോകുന്ന ഭൂമിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നതെന്താ? വലക്കും ഫിൽ അർളി മുസ്തഖറും വ മതാഉൻ ഇലാഹീൻ. നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കുമെന്നാണ് അല്ലാഹു അവിടെ പറയുന്നത്. പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, അതായത് ആദം നബി അലൈഹിസ്സലാമയും ഹവ്വ ബീവിയും ഇറങ്ങിപ്പോകുന്നത് അത് ഭൂമിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ അതുവരെ അവർ ഭൂമിയിലല്ലായിരുന്നു താമസിച്ചത് എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്ത് വെച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആദം അലൈഹിസ്സലാമയും ഹവ്വ ബീവിയും താമസിച്ച ആ ജന്നത്തിനെ കുറിച്ച് സൂറത്ത് ത്വാഹയിലെ 118, 119 ആയത്തുകളിൽ പറയുന്നതെന്താ? ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ. തീർച്ചയായും നിനക്ക് ഇവിടെ വിശക്കാതെയും നഗ്നനാകാതെയും കഴിയാം. വ അന്നക ലാ തഗ്മഉ ഫീഹാ വലാ തൽഹാ. നിനക്കവിടെ ദാഹിക്കാതെയും വെയിൽ കൊള്ളാതെയും കഴിയാമെന്നാണ് സഹോദരങ്ങളെ. ഇവിടെ ആദം അലൈഹിസ്സലാമയും ഹവ്വ ബീവിയും താമസിച്ചിരുന്ന ജന്നത്തിന്റെ വിശേഷണം അത് വിശക്കാത്ത, നഗ്നരാകാത്ത, ദാഹിക്കാത്ത, വെയിലുകൊള്ളാത്ത ഒരു ജന്നത്താണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഭൂമിയിലുള്ള ഒരു തോട്ടമാകാൻ, ആ ഒരു ജന്നത്ത് അത് ഈ ഭൂമിയിലുള്ള ഒരു തോട്ടമാകാൻ ഒരു നിർവാഹവുമില്ല എന്നാണ് പ്രാമാണികരായ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറിച്ച് ഈ വിശേഷണങ്ങൾ യോജിക്കുന്നത് എവിടെയാണ്? അത് വാനലോകത്തുള്ള സ്വർഗത്തോപ്പിനാണ് ഈ വിശേഷണങ്ങൾ യോജിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിലുള്ള തെളിവുകളോട് കൂടുതൽ യോജിക്കുന്ന പ്രബലമായ അഭിപ്രായമെന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അല്പം സുദീർഘമായ ഒരു ഹദീസ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അത്യുന്നതനായ അള്ളാഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടും, സ്വർഗം തങ്ങളിലേക്ക് അടുപ്പിക്കപ്പെടുന്നതുവരെ വിശ്വാസികൾ നിൽക്കും. അങ്ങനെ വിശ്വാസികൾ ആദമിനെ സമീപിച്ചുകൊണ്ട് പറയും, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്കായി ജന്നത്ത് തുറന്നു തരുവാൻ വേണ്ടി, അതായത് സ്വർഗം തുറന്നു തരുവാൻ വേണ്ടി അവിടുന്ന് അള്ളാഹുവോട് ആവശ്യപ്പെടണമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. അപ്പോൾ ആദം അലൈഹിസ്സലാം അവർക്ക് കൊടുത്ത മറുപടി എന്താ സഹോദരങ്ങളെ? ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, നിങ്ങളുടെ പിതാവായ ആദമിന്റെ പാപമല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ നിങ്ങളെ ജന്നത്തിൽ നിന്ന്, അതായത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്? അതുകൊണ്ട് അള്ളാഹുവോട് ഈ കാര്യം ചോദിക്കാൻ ഞാൻ അതിന് യോഗ്യനല്ല. നിങ്ങൾ അള്ളാഹുവിന്റെ മിത്രമായ എന്റെ പുത്രൻ ഇബ്രാഹിമിനെ സമീപിക്കുക എന്ന് ആദം നബി അലൈഹിസ്സലാമ പറയും. തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിയെയും മൂസ അലൈഹിസ്സലാമിയെയും ഈസ അലൈഹിസ്സലാമിയെയും ഒക്കെ കൊണ്ട് ഇതുപോലെ അവരുടെ അടുക്കൽ കണ്ടുകൊണ്ട് ഈ വിശ്വാസികൾ ഇതുപോലെ ചോദിക്കുകയാണ്. ഒടുക്കം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിശ്വാസികൾ ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ എത്തുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനുള്ള അനുവാദം കൊടുക്കുമെന്നാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ പഠിപ്പിക്കുന്ന കാര്യം. എന്നാൽ സഹോദരങ്ങളെ, ഈ ഹദീസ് അറിയിക്കുന്ന, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? അത് ആദം നബി അലൈഹിസ്സലാമ ഇവിടെ പറയുന്ന മറുപടിയാണ്. സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരുവാൻ അള്ളാഹുവോട് ആവശ്യപ്പെടണമെന്ന് വിശ്വാസികൾ പറയുമ്പോൾ, നിങ്ങളുടെ പിതാവായ ആദമിന്റെ പാപം കാരണമാണ് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്ന ആദം നബി അലൈഹിസ്സലാമിയുടെ ആ പ്രസ്താവന, അത് അറിയിക്കുന്നത് അതേ സ്വർഗമാണ് ഇവിടെ ആദം നബി അലൈഹിസ്സലാമ പറഞ്ഞു തരുന്നത് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസ് മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ. ഇനി ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, ആ സ്വർഗത്തോപ്പിൽ താമസിപ്പിച്ച ആദം അലൈഹിസ്സലാമിയോടും അതുപോലെ തന്നെ ഹവ്വ റളിയല്ലാഹു അൻഹയോടും അള്ളാഹു പറയുന്നത് എന്താ? വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, അതിൽ നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്ന് സുഭിക്ഷമായി രണ്ടുപേരും ഭക്ഷിച്ചുകൊള്ളുക എന്നാണ് അള്ളാഹു പറയുന്നത്. ആ സ്വർഗത്തിലുള്ള എന്തും യഥേഷ്ടം ഭക്ഷിക്കാമെന്ന് അള്ളാഹു അവർക്ക് അനുവാദം കൊടുക്കുകയാണ്. എന്നാൽ ഒരു കാര്യം അവരോട് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അതെന്താണ് സഹോദരങ്ങളെ ആ കാര്യം? അള്ളാഹു പറയുകയാണ്, വലാ തഖറബാ ഹാദിഇ ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ, എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളിൽപ്പെട്ടവരായി തീരുമെന്നാണ്. ഇവിടെ സഹോദരങ്ങളെ, ഒരു നിശ്ചിത വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് അവരെ വിലക്കുകയാണ്. ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നത് അത് അക്രമമാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രത്യേകം ഉണർത്തുന്ന കാര്യം. ഇത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരുന്നു. ഈ പരീക്ഷണത്തിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് അത് ശരിക്കും അള്ളാഹുവിനെ അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ഭൂമി ലോകം സൃഷ്ടിച്ചതും സ്വർഗം നരകം സൃഷ്ടിച്ചതും ഇതിന്റെയൊക്കെ അള്ളാഹുവിന്റെ ഉദ്ദേശവും തീരുമാനവും അത് നീതിപൂർവം നടപ്പിലാക്കുവാനുള്ള ഒരു നടപടിയായിരുന്നു, അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണമായിരുന്നു അള്ളാഹുവിന്റെ ഈ പരീക്ഷണമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു സമീപിക്കരുത് എന്ന് പറഞ്ഞ ആ വൃക്ഷം അത് ഏതായിരുന്നു എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മുന്തിരിയുടെ വൃക്ഷമാണ് എന്ന്, ചിലർ പറഞ്ഞു അത് ബാർലിയാണ്, ഈന്തപ്പനയാണ്, അത്തിമരമാണ്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ആ അഭിപ്രായങ്ങൾ മുഴുവൻ ഇവിടെ എടുത്തു പറയുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇബ്നു കസീർ റഹിമഹുള്ള വളരെ പ്രസക്തമായ ഒരു വിഷയം ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ. ഇമാം അബൂ ജാഫർ ബിൻ ജരീർ റഹിമഹുള്ളയുടെ ഈ വിഷയ സംബന്ധമായ ഒരു പ്രസ്താവന. അതെന്താണ്? ഇമാം അബൂ ജാഫർ റഹിമഹുള്ള പറയുകയാണ്, ഈ വൃക്ഷവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ അഭിപ്രായം അത് ആദം അലൈഹിസ്സലാമിയെയും അദ്ദേഹത്തിന്റെ ഇണയെയും അള്ളാഹു ഒരു പ്രത്യേകമായ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നത് വിലക്കി. എന്നാൽ അവർ അത് ഭക്ഷിക്കുകയുണ്ടായി. ആ വൃക്ഷമേതാണ് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം ആ വൃക്ഷത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിലൂടെയോ സ്വഹീഹായ ഹദീസിലൂടെയോ നമുക്കൊന്നും അറിയിച്ചു തന്നിട്ടില്ല. അത് ബാർലിയാണെന്നും മുന്തിരിയാണെന്നും അത്തിമരമാണെന്നും എന്നൊക്കെയുള്ള അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ചിലപ്പോൾ ശരിയാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതുവരെ ഈ ഒരു അറിവ് ലഭിച്ചതുകൊണ്ട്
നമുക്കതിൽ നിന്ന് ഒരു പ്രയോജനവും ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അജ്ഞരാകുന്നത് കൊണ്ട് യാതൊരു ദോഷവും നമ്മെ സംബന്ധിച്ച് വരാനില്ല എന്നാണ് മഹാനായ ഇമാം അബൂ ജഅഫർ ബിൻ ജരീർ റഹിമഹുല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ അഭിപ്രായമാണ് ഇമാം അർ-റാസി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായം. ഈ അഭിപ്രായം തന്നെയാണ് ഏറ്റവും ശരിയായ അഭിപ്രായമെന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് സൂറത്തുൽ ബഖറയുടെ 35-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ 35-ാമത്തെ ആയത്ത് അത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനായി ഷേഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ല അദ്ദേഹം നമുക്ക് അയച്ചു തന്ന പരിശുദ്ധ ഖുർആനിന്റെ ആ ഭാഗം അതിവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.